കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് UDF വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിൽ മാത്രം. അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പാക്കും. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. 100 ദിവസം പഠിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കും. ട്രാൻസ്ജെൻഡറുകൾക്കും യാത്രാ സൗജന്യം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് സിംഗുകണ്ടം സ്വദേശി മാരി. ആക്രമണം മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ. കുഞ്ഞിനും പരിക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. വിശദമായി വാദം കേൾക്കാമെന്ന് കോടതി. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ തകർന്നു വീണു. പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് ആൽമരം വീണു. പാലക്കാട് പുഴൽമന്നത്ത് കിണർ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വൈകിട്ട്. SIT സമർപ്പിച്ച ഫോറൻസിക്സ് തുടരന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കും. പരസ്പരം മിസൈൽ ആക്രമണം നടത്തി ഇസ്രയേലും ഇറാനും. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ. ഇറാനെ ചാരമാക്കുമെന്ന് ഇസ്രയേൽ. സംയമനം പാലിക്കണമെന്ന് ട്രംപ്. വ്യോമപാത 72 മണിക്കൂർ നേരത്തേക്ക് അടച്ച് ഇറാഖ്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി.